മാർച്ച് 9 നീ ചാവുന്നവരുണ്ടായിരുന്നു. പോയി ചാവുന്നു. ആ ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. നീ റെഡിയാവ്. ആ കൊച്ചിന് റെഡി ആയിക്കോ കേട്ടോ. ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ പോടോ. വേലൂർ സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ ഒരു സ്ത്രീയുടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ എസ്എച്ച്ഒ നേരത്തെ എത്താന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്ക് വണ്ടി എടുക്ക. സാർ മരിച്ചൊരു IB ഉദ്യോഗസ്ഥയാണ് സാർ. 25 വയസ്സുണ്ട്. ഗീതു എന്നാണ് പേര്. ലോക്കോ പൈലറ്റ് പറഞ്ഞതനുസരിച്ച് ട്രെയിൻ വരുന്നത് കണ്ട് മുന്നിലേക്ക് എടുത്ത് ചാടിയതായിരുന്നു. 25 മീറ്ററോളം ഹോൺ അടിച്ചിട്ടും മുന്നിൽ നിന്ന് മാറിയില്ലെന്നാണ് പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ ഇൻഫർമേഷൻ. കുട്ടിയുടെ വീട്ടുകാരെ ഇൻഫോം ചെയ്തായിരുന്നു? ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് സാർ. സാർ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ സാർ. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എൻ്റെ കാലും വയ്യാതെ ഇനി ഞാൻ ഇതും കൊണ്ട് നടക്കണം. പോകുന്നിടത്തെങ്ങും ഫോൺ എടുത്തോണ്ട് പോകത്തില്ല. ആരാണ് വിളിക്കുന്നു? ഞാൻ ഈ ജോലി ചെയ്യണ ഫോണും കൂടെ കൊണ്ടു. ഫോൺ കൊണ്ട് നടക്കത്തില്ലയോ കയ്യില്? ഹലോ, ആ ഞാൻ മേലൂർ SHO നിതിൻ ജോണാണ് സംസാരിക്കുന്നത്. ആ സാർ പറയണേ സാർ. സുധാകരനാണോ? അതെ സാറേ. ആ നിങ്ങളുടെ മകൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ? എൻ്റെ മകൻ സാറേ? ആ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് സ്പോട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. സാറേ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? ഇല്ല പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് വന്നാൽ മതി കേട്ടോ. ആ ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ ഇട്ടേക്കാം. വരുന്നു സാറേ. അയ്യോ, എന്താ പറ്റി? എടീ, നമ്മളെ മോക്കൊരു ആക്സിഡന്റ് പറ്റിയെന്ന്. അയ്യോ, എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചോ? പോലീസുകാരാ വിളിച്ചത്. അയ്യോ, എനിക്ക് വയ്യ. നമുക്ക് പോണം. മേലൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെ റെയിൽവേ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ട്രാക്കിന് സമീപത്ത് നിന്ന് ID കാർഡും ഹാൻഡ് ബാഗും കണ്ടെത്തി. സാറേ, ജിതിൻ സാറ്. അതെ സാർ തോണ്ട് വെക്കുന്നു. മരിച്ചത് ഏകദേശം 25 വയസ്സുള്ള പെൺകുട്ടിയാണ്. സാറേ, ഞാനാ സുധാരൻ. ആ ഗീതുവിൻ്റെ ഫാദർ അല്ലേ? ഹായ് സാറേ. ഗീതു ഇതുവഴിയാണോ ഓഫീസിൽ പോകുന്നത്? ആ ഇതുവഴിയൊക്കെ പോകാറുണ്ട് സാറേ. എന്താ സാറേ? ഇത് ഗീതുവിൻ്റെ ആണ്. എന്താ സാറേ? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ എം സോറി ടു ഇൻഫോം യു ദാറ്റ് ഗീതു ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിൻ അയ്യോ, നിങ്ങളിങ്ങനെ
ചെയ്താ മതിയോ? എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? അവള് പോയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നമ്മുടെ കുഞ്ഞാരോടും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. അവളെ ആരോ ചതിച്ചതാ. എന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് അവളോട് ചോദിച്ചോ? ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ ഞാൻ തകർന്നു പോകും. നിങ്ങളൊരു കാര്യം ചെയ്യും, അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സാറിനോട് ഒന്ന് വിളിച്ചിട്ട് പറ, നമുക്ക് കുറച്ച് സംശയമുണ്ടെന്ന്. എന്റെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ. നിങ്ങളൊന്ന് വിളിച്ച് പറ മനുഷ്യ. പൊന്നുപോലെ കൊണ്ടുവന്ന നമ്മുടെ കുഞ്ഞ പോയില്ലേ? എന്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല സാറേ. അത് ശരിയായിരിക്കാം, പക്ഷേ എന്റെ കുഞ്ഞങ്ങനൊന്നും ചെയ്യില്ല സാറേ. അവളൊരു പാവമായിരുന്നു. അവളെ ആരോട് ചതിച്ചതാ സാറേ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, ഈ അടുത്ത കാലത്തേക്ക് എൻ്റെ മോക്കൊരു പയ്യനുമായി ചെറിയ അടുപ്പത്തിലായിരുന്നു. പക്ഷെ അത് കല്യാണം വരെ ഏകദേശം ആയതാ. അതിനിടയിൽ ഇത് അവക്കാരെയും ചതിക്കാനൊന്നും പറ്റൂല സാറേ. ചതിക്കാനൊന്നും അറിയില്ല. ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ അവൻ ചതിച്ചതായിരിക്കും. ഉറപ്പാണ് സാറേ. എന്താ അവൻ്റെ പേര്? സുശാന്ത്. ഉം. സാറേ, വേറൊരു കാര്യം, എല്ലാ മാസവും നല്ലൊരു തുക ഗവൺമെന്റിന് ശമ്പളം വാങ്ങുന്ന ഒരു കൊച്ചായിരുന്നു. അവള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ അക്കൗണ്ടിൽ നോക്കിയപ്പോ അക്കൗണ്ട് ബാലൻസ് വെറും 80 രൂപയാണ് സാറേ. മകള് ആൾക്കാരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കൂട്ടത്തിലാണോ? സഹായിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും സാറേ. ഇത്രയും വലിയ തുകകളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ. ഞങ്ങൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. സുധാകരൻ പറഞ്ഞ ഏരിയയും കൂടെ നമുക്കൊന്ന് നോക്കാം. ശരി സാറേ. ആ സുശാന്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. ശരി സാറേ, ഒരു മിനിറ്റ്. എന്റെ കുഞ്ഞ് കുറെ നാളായിട്ട് വിഷമത്തിലായിരുന്നു. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഞാൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല. അവളെ ആരോ ചതിച്ചതാ സാറേ. എന്റെ കുഞ്ഞ് പാവമാ സാറേ. എന്റെ കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല സാറേ. അവളെ ആരോ ചതിച്ചതാ. ഇത് കണ്ടുപിടിച്ചു തരണേ സാറേ. ഞാൻ വിളിച്ചോളാം. ശരി. സാർ, ആക്ച്വലി ഗീതു മരിക്കണതിന് ഒരു 2 ദിവസം മുന്നേ തന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ എം സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ്. ആക്ച്വലി അവൾ എനിക്ക് ഇതുപോലെയുള്ള മെസ്സേജുകളൊന്നും അയക്കാറില്ല സാർ. കാര്യം എന്താണെന്ന് അന്വേഷിച്ചില്ലേ? ഈ മെസ്സേജ് അയച്ച ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും എയർപോർട്ടിന്റെ പല ഭാഗത്തായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ നൈറ്റ് ചെയ്യുന്ന അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല സാർ. ഈ ഗീതുവായിട്ട് അഫയർ ഉണ്ടായിരുന്ന ആളുടെ പേര് സുശാന്ത് എന്നല്ലേ? അതെ സാർ, സുശാന്ത് ദാമോദർ. ഈ സുശാന്തിന് ആക്ച്വലി ഓഫീസിൽ വേറെ പല പെൺപിള്ളേരായിട്ടും മോശം റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഗീതുവിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ റിലേഷന് വേണ്ടിയിട്ട്.
പിന്നെ അവൻ പുറകെ നടന്ന് വീഴ്ത്തിയതാണ് സാർ അവളെ. സുശാന്ത്, ഞാൻ പല തവണ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. എനിക്കിഷ്ടമാണ്. എന്തിന്? ഞാൻ നടക്കാം. എനിക്ക് താല്പര്യമില്ല. എടോ, സിവിൽ സർവീസ് പ്രിലിംസ് പാസ്സായിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് താൻ മറക്കണ്ടാ. അതുകൊണ്ട് ഇനി നാളെ താൻ കളക്ടറാന്ന് പറഞ്ഞു വന്നാ ഞാൻ തന്നെ പ്രേമിക്കണം എന്നാണോ? ഈ അങ്ങനത്തെ ഷോ ഒന്നും ഞാൻ കാണിക്കില്ല. പിന്നെ എടോ, ഇപ്പൊ പ്രിലിംസ് പാസ്സായിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഫൈനലോട് ക്ലിയർ ചെയ്താൽ എനിക്ക് പിന്നെ തന്നെ കാണാൻ പറ്റില്ല. അതിനു മുമ്പ് ഈ പ്രിലിംസ് ഒന്ന് പാസ്സാക്കി തരണം. ഒന്ന് പറഞ്ഞിട്ട് പോടോ. ആ നോക്കാം. ബേബി, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? റൂമിലേക്ക് കിട്ടുന്ന കാര്യം എന്തൊരു ഇത്ര ആലോചിക്കണം? നീ ആലോചിച്ചിരിക്കെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ. ഈ ഇതിനെ പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടോ? ആക്ച്വലി സാർ, അവൾ ഒരു പാവം കുട്ടിയായിരുന്നു. ഭയങ്കര ലവബിൾ, ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ട്. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു ഗീതുവിനെ. എനിക്കറിയായിരുന്നു ഗീതുവിനെ ഇഷ്ടമായിരിക്കും. കുറച്ച് പിണക്കങ്ങളുണ്ടെങ്കിൽ ഇഷ്ടത്തിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. ആര് പറഞ്ഞു ഇഷ്ടമാന്ന്? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിന്നെ പിന്നെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഓ പിന്നെ, എനിക്കെങ്ങനെ അറിയാൻ പറ്റും തനിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാന്ന്? ഇനി വല്ല പാസിംഗ് ഫാന്റസി ആണെങ്കിലോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? എൻ്റെ ഉള്ളിൽ ആത്മാർത്ഥ സ്നേഹം തോന്നുന്നു ഞാൻ കാണിച്ചില്ലായിരുന്നോ? ഹലോ, അടി പറയും. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ? ഞാനേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഫൈനൽസ് ഒക്കെ പാസ്സാവണ്ടേ? അയ്യോ ആണോ? ഞാൻ കരുതി സാധാരണ ആണുങ്ങളെ പോലെ പുറകെ നടന്ന് വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ ത്രില്ലങ്ങ് പോയെന്ന്. അയ്യേ, ഞാൻ അത്ര കാരണം വിചാരിച്ചാണ്. ഒന്ന് കാണാനാ? 2 ദിവസമായില്ലേ കണ്ടിട്ട്? നമുക്ക് എന്തായാലും കാണാം. എപ്പോ? ഞാൻ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ടേ നിന്നെ വിളിക്കാം. എന്നിട്ട് പറയാം എവിടെ വെച്ച് കാണാമെന്ന്. വിളിക്കണേ. ശരി. ആരായിരുന്നു? അടി, അത് ഓഫീസിൽ നിന്ന് ഒരു കൊളീഗ് വിളിച്ചതാ. ഡ്യൂട്ടി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. പിന്നെ എങ്ങനെയാണ് ഇനി ഇരുന്നാൽ മതിയോ? ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അച്ഛാ. അവളെ, നിനക്ക് നല്ലൊരു ഉദ്യോഗമുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രായവും പക്വതയും നിനക്കുണ്ടെന്നാണ് അച്ഛന്റെ വിശ്വാസം. തെറ്റൊന്നും ചെയ്യില്ലെന്ന് അച്ഛൻ അറിയാം. അച്ഛനും അമ്മയല്ലേ മക്കളെ, ആദ്യം കാണാതിരിക്കുവോ? അങ്ങനെ ആദ്യമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അച്ഛാ. സുശാന്ത് നല്ല ആളാ. ആ, അതൊക്കെ ശരി. ഈ പ്രേമവും ചുറ്റിക്കളിയുമായിട്ട് നടന്ന നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ചുറ്റിക്കളിയൊന്നും ഇല്ല അമ്മേ. ഞങ്ങൾ വല്ലപ്പോഴും ഒന്ന് കാണും. ഒന്ന് റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ച് വർത്താനം പറഞ്ഞ് അപ്പൊ തന്നെ പിരിയും. വെറുതെ അല്ല നാട്ടുകാർ പറയുന്നേ. ഇപ്പത്തെ ലവേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ അമ്മേ. നിന്നെ ആ ചെറുക്കനെയും പലയിടത്ത് വെച്ച് കണ്ടെന്ന് നാട്ടുകാർ വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നീയല്ല വേറെ ആരാണ്ടാണെന്ന്. അല്ലെ പിന്നെ നമുക്ക് നാണം കേടല്ലേ? ആ, ഇനി അതൊക്കെ അങ്ങ് വിട്. ഇനി വാദം ഇതും പറഞ്ഞ് നേരെ ഒന്നും കളയണ്ട. പിന്നെ പ്രേമിച്ച് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്താം, അല്ലേടി? ആ, പിന്നല്ലാണ്ട് ഇനിയിപ്പോൾ അതല്ല ഉള്ള വഴി. ഞങ്ങൾ ഓക്കെയാണ് അച്ഛാ. ഞാൻ ഓക്കെ അല്ല. അതെന്താ സുശാന്ത് ഇപ്പൊ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ട അവസ്ഥ അങ്ങനെയാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. അതെ, നിന്നെ എന്തായാലും ഒറ്റയ്ക്കാക്കില്ല. അതെന്റെ വാക്കാ. എനിക്കെന്റെ പേരിന്റെ ഒപ്പം IAS എന്ന് പറഞ്ഞ 3 അക്ഷരം ചേർക്കണം. എന്റെ സ്വപ്നം അതാണ്. എന്റെ പ്രയോറിറ്റി ഇപ്പം അത് മാത്രമാണ്. അല്ല, നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. മാത്രമല്ല, എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് തീർക്കണം. അതിന് കുറച്ച് സമയം എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് മനസ്സിലാവും. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാനും ഞാൻ ഓക്കെയാ. പക്ഷെ ഞാൻ എന്റെ വീട്ടുകാരോട് എന്താ പറയാ? എന്റെ വീട്ടിൽ വന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആകുമോ? അങ്ങനെയാണെങ്കിൽ സുശാന്ത് ഒരു കാര്യം ചെയ്യും. വീട്ടിൽ വേണ്ട അച്ഛനും അമ്മയോടൊന്ന് സംസാരിക്കും.
അല്ല മോന്റെ വീട് എവിടെ? കാലിക്കറ്റാണ്, രാമനാട്ടുകാരൻ. ആ, രാമനാട്ട്. എനിക്കറിയാം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആ, വീട്ടിലച്ഛൻ, അമ്മ, പെങ്ങള്. മോൻ ഇളയ മോനല്ലേ? അതെ അതെ. ഞാനൊരിപ്പോൾ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് അത് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു. വെറുതെ എന്തിന് വീട്ടിൽ കിടന്ന് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്? മോൻ വീട്ടിൽ പറഞ്ഞോ ഇവളുടെ കാര്യം? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞ് അവരായിട്ട് ഇങ്ങോട്ട് വരാം. ഇനി അടുത്ത മോന്റെ പരിപാടി എന്ന്? ഞാൻ ഈ ഫൈനൽസ് ക്ലിയർ ചെയ്യാനുള്ളൊരു തിരക്കിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് നടത്തണം. അല്ലേ മോളെ? എന്നാ ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് ബുക്ക് വേണം, കുറച്ച് കാര്യങ്ങളൊക്കെ. എന്നാ പിന്നെ ശരി. ശരി മോനെ. ശരി. അതെ, നമ്മളെന്താ ഇവിടെ ലോഡ്ജില്? ലോഡ്ജിൽ എന്താ പ്രശ്നം? എന്തിനാ ഇവിടെ വന്നേ? അതെ, എന്തിനാ ഇവിടെ വന്നേ? നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാലോ. സംസാരിച്ചിരിക്കണേ ഇവിടെ വരണമെന്നുണ്ടോ? നമുക്ക് വല്ല കോഫി ഷോപ്പിലോ റെസ്റ്റോറന്റിലോ പോയാ പോരെ? കോഫി ഷോപ്പിലൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? എന്തിനാ ഇവിടെ വന്നേ? എനിക്ക് പേടിയാവുന്നു. ഇതൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകാൻ എത്ര വിശ്വാസം അല്ല, അങ്ങനെയല്ല, പിണങ്ങല്ലേ. എനിക്ക് പേടിയായിട്ട് വീട്ടിൽ പോണം തിരിച്ച്. ടെൻഷൻ അടിക്കല്ലേ? നമുക്ക് വീടുക്കോളം ഇരുന്നിട്ട് മുഖത്തോട് മുഖത്ത് നോക്കിയിരുന്ന് കുറച്ചേരം സംസാരിച്ച് രാവിലെ കേട്ട് പോകാലോ. രാവിലെ അറിയോ? ഞാൻ വീട്ടിലെന്ത് പറയും? അച്ഛനും അമ്മയ്ക്ക് എന്നെ കാത്തിരിക്കും. ഇല്ല, പറ്റില്ല, നമുക്ക് തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞ് ശരിയാക്കി തരുന്നില്ല. ഇതാണോ പറഞ്ഞേ വെളുക്കുന്നവരെ സംസാരിച്ചിരിക്കാനോ? ഇങ്ങനെയും സംസാരിക്കാലോ. ശരി, നമുക്ക് പോവാം. പോവാന്നാ? 5 മണിലായിട്ടുള്ളൂ. കുറച്ചു കഴിയട്ടെ. എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെ മാത്രം പേടിക്കാനുള്ളത്? സമയം കുറച്ചു കഴിഞ്ഞിട്ട് പോവാന്ന്. നേരം വെളുത്തിട്ട് അപ്പൊ തന്നെ പോവാട്ടോ. അപ്പൊ തന്നെ പോവാ. ഹലോ സുഷാൻ, നീ എവിടെയാ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമായിരുന്നു. അയ്യോ, തിരക്കാണല്ലോ. ഒന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കണ്ടേ പറ്റുള്ളൂ. തിരക്കാടി, അതുകൊണ്ടല്ലേ. ഓ, പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ വിളിച്ച അപ്പൊ തന്നെ ഓടി വരുമായിരുന്നല്ലോ എന്നെ കാണാൻ. അങ്ങനെയൊന്നുമില്ലടി, കുറച്ച് ദിവസമായിട്ട് തിരക്കായി പോയതാ. അതെ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി പോലെ. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുള്ളൂ. അല്ല, എന്താ പത്ര പേടിക്കാൻ? അതെന്താന്ന് വെച്ചാ, അല്ല വേണ്ട, നേരിട്ട് കണ്ടിട്ട് പറയാം. എന്നാ പിന്നെ പെട്ടെന്ന് ഇറങ്ങിക്കോ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് തിരക്കിലാവും. നീ ഏതായാലും വേഗം വാ. ആ ശരി, ഇപ്പൊ തന്നെ വരാം. ഓക്കെ. ഗീതു, ഇങ്ങനെ കരഞ്ഞു പിടിച്ച് നാട്ടുകാരെ അറിയിക്കില്ലേ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. പറഞ്ഞത് ആ ഒരു ഹീറ്റ് ഓഫ് മുമ്പിൽ സംഭവിച്ചു പോയതല്ലേ, നിങ്ങൾ ക്ഷമിക്ക്. എനിക്ക് അറിയില്ല, ഞാനിനി വീട്ടിലൊക്കെ എന്താ പറയാ. ഗീതു,
ഞാൻ പറഞ്ഞെന്ന് സമാധാനത്തോടെ കേൾക്ക്. എന്താ പറ? നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ഇത് എനിക്കറിയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ഞാൻ എങ്ങനെ എവിടെ പോകും? ഇത് അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്ന് കൂടെ നിന്ന് തന്നാൽ മതി. പക്ഷെ കുറച്ച് സമയം വേണം. കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റാ. അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ എന്ത് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഒരു ബാധ്യതയില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ പ്രിയ. ആ പറയടാ, നീ ഇപ്പൊ എവിടെയാ? എന്താ പുതിയ പരിപാടി? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. എടി ഞാനേ ഒരാളങ്ങടെ അയക്കാം. ആരാള്? നമ്മുടെ പുതിയൊരു കക്ഷിയാ. എന്താണ് കാര്യം? ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നീ ഒന്ന് വേണ്ട വിധത്തിൽ ഒന്ന് ഡെയിലി എന്നിട്ടൊക്കെ ഒന്ന് വരും. സ്ഥിരാക്കണ്ട കേട്ടോ ഇത്. ഓക്കെ ഓക്കെ. കഴിഞ്ഞു. പക്ഷെ ആ കുട്ടി ഭയങ്കര വീക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചും കണ്ട് ചെയ്യണം. നീ ടെൻഷൻ ആവൊന്നും വേണ്ട. എനിക്കെന്ത് ടെൻഷൻ? നീ അവളോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. എടാ അതല്ല ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് വരണ്ട. ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. അതെ, നീ ഞാൻ പറയണത് കേട്ടാ മതി. കൂടുതൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണം. മനസ്സിലായോ? ഹലോ. ഹലോ ഡോക്ടർ. ഗീതു അല്ലേ? അതെ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വരുമോ? ഞാൻ അങ്ങോട്ടേക്ക് വരാം ഡോക്ടർ. ഓക്കെ. എടി നീ എന്തിനാടി എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണേ? തനിക്കറിയില്ലല്ലേ എല്ലാം നോയിക്കോളാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തന്നെ അല്ലാണ്ട് ആരെയും വിളിക്കണ്ടേ? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് കേക്കപ്പ് സൗകര്യമില്ല. മനസ്സിലായോ? ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? പോയി തരാം ചത്തുകളയും. നീ ചാവണം തന്നെ ഒരു കണക്കിന് നല്ലത്. എപ്പോ ചാവും? ഉടനെ തന്നെ തനിക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാം. അതെ എടി, നീ ചത്താലാണ് എനിക്ക് വേറെ ഒരുത്തിനും കേട്ടി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. നീ എപ്പ ചാവും? മാർച്ച് 9. മാർച്ച് 9? എന്താടി മാർച്ച് 9 തെരഞ്ഞെടുത്തേ? തനിക്കറിയില്ല അല്ലെ, ഇതുപോലൊരു മാർച്ച് 9 താഴ്ന്നുള്ള ദുരന്തം എന്റെ ജീവിതത്തിലോട്ട് വന്നേ. ഒന്ന് വെച്ചിട്ട് പോടി. ഓ, നിനക്കിപ്പോ ഫോൺ എടുക്കാൻ അറിയാലേ? നീ പറഞ്ഞാലും ഫോൺ എടുത്ത് നന്നായി. നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. നീ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ഞാനും എന്റെ അച്ഛനും അമ്മയായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചതല്ലേ? നീ എന്റെ ശരീരവും മനസ്സും പണവും ഒക്കെ തട്ടിയെടുത്തില്ലേ? നീ ചതിച്ചവരെ ഇപ്പൊ ചതിച്ചോണ്ടിരിക്കുന്നവരൊക്കെ എനിക്കറിയാം. ഇതിനൊക്കെ നീ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. അല്ല, മാർച്ച് 9 നീ ചാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാവാൻ തന്നെയാ പോണേ. അതിന്റെ മുന്നേ നിന്നോട് 2 വർത്താനം പറയണം തോന്നി. അപ്പൊ ശരി, ഗുഡ് ബൈ. പോടി അവിടെ.
ചാവടി. നിങ്ങളുടെ മകൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്താ സാറേ? ഗീതു ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ നിതിൻ, ഈ സുശാന്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയോ? യെസ് സർ, ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് സർ. ഓക്കെ സർ, സുശാന്ത് ഈ പറയുന്ന പെൺകുട്ടീനെ മാത്രമല്ല മറ്റ് പല പെൺകുട്ടികളെയും ജോലിസ്ഥലത്തും പുറത്തും ചതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഓ, ഇയാളിപ്പോൾ എവിടെയുണ്ട്? സർ, ബുദ്ധി കൂടുതലായതുകൊണ്ട് ഇപ്പോൾ കുടുംബമായിട്ട് മുങ്ങിയിരിക്കുകയാണ്. അത് ബുദ്ധിയല്ല, കുബുദ്ധിയാ. ഇവൻ എത്ര നാൾ വിളിച്ച് താമസിക്കും? സർ, ഈ സുശാന്ത് ഗീതുവിനെ മാത്രമാണ് സർ കൂടുതലായിട്ട് സാമ്പത്തികമായി ചൂഷണം ചെയ്തത്. ഓക്കെ സർ, ഗീതുവിൻ്റെ സാലറി അക്കൗണ്ടിൽ സാലറി വന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ മുഴുവൻ എമൗണ്ടും ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുമായിരുന്നു. ഓ സർ, നമുക്ക് ഈ ഗീതുവിൻ്റെ ഫാദറിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ. ഗീതുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും മുഴുവൻ എമൗണ്ടും അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പതിവ് അയാൾക്കുണ്ടായിരുന്നു. തുടരന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി ഇയാൾ ഈ പെൺകുട്ടിയെ മാത്രമല്ല മറ്റ് പല പെൺകുട്ടികളെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ഓ, അതിൻ്റെ തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പെൺകുട്ടി IB ഉദ്യോഗസ്ഥയാണല്ലേ പറഞ്ഞത്? അതെ സർ. എന്നിട്ട് ഇത്രയും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? ഓക്കെ, എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ലാപ്സും ഉണ്ടാവരുത്. ഞാൻ IBനെ ഇൻഫോം ചെയ്യാം. സർ, ഈ വാർഗസിനെ കാണിക്കൂ സാർ. അവർ അത് രണ്ടുപേരും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാം. സർ, ഇൻ ദ മീൻ ടൈം കുറച്ച് മൊഴികളും തെളിവുകളും കളക്ട് ചെയ്യാനുണ്ട്. ഓക്കെ നിതിൻ, യു പ്രൊസീഡ്. താങ്ക് യു. മാർച്ച് 9 മേലൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഗീതു സുധാകരന്റെ മരണകാരണം സഹപ്രവർത്തകന്റെ നിരന്തരമായ മാനസിക ശാരീരിക പീഡനം കാരണമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ആൺസുഹൃത്ത് സുശാന്തുമായി ഗീതുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ 2 വർഷക്കാലമായി ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്നും മേലൂർ SHO നിതിൻ ജോൺ സുശാന്തിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. കീഴടങ്ങിയോ? കോടതിയിലോ? ചേടാ, നമുക്ക് കിട്ടിയില്ലല്ലോ. എന്തെങ്കിലും ഇൻസൈഡ് ഗെയിം ഉണ്ടാവും. എടോ, അവൻ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കേട്ടോടോ, സുശാന്ത് കീഴടങ്ങിന്ന്. ആണോ സാർ? കോടതിയിലോ? ഇവനൊക്കെ എത്ര ഓടിയാലും നമ്മൾ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതെന്തായാലും മീഡിയ വഴി പുകച്ച് പുറത്തേ അടിച്ചില്ലേ, അത്രേ ഉള്ളൂ ഇവനൊക്കെ. പിന്നെ എത്രയൊക്കെ ബുദ്ധിക്കളി കളിച്ചാലും ഇവനൊക്കെ കൊടുക്കാനുള്ള കണി നമ്മുടെ കയ്യിലുണ്ട്, അല്ലേടോ? യെസ് സാർ. വാ. മോളെ, മാപ്പ്. നെഞ്ചോട് ചേർത്ത് വളർത്തിയതല്ലേ നിന്നെ ഞങ്ങൾ. നീ വളരും തോറും നിനക്ക് വേണ്ടി ജീവിച്ചവരല്ലേ ഞങ്ങൾ. എന്നിട്ടും നീ ചതിക്കപ്പെടുകയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. നീ ഞങ്ങളിൽ നിന്നും അകന്നു പോവുകയാണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിട്ടും നിന്നെ ഞങ്ങൾക്ക് നഷ്ടമായില്ലേ മോളെ. എൻ്റെ മകൾക്ക് പറ്റിയതുപോലെ ഓരോ നിമിഷവും പെൺകുട്ടികൾ ചതിയിൽപ്പെടാറുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ, അച്ഛനും അമ്മയ്ക്കും. ഓരോ നിമിഷവും കണ്ണും കാതും മനസ്സും അവർക്ക് വേണ്ടി തുറന്നു വയ്ക്കാം. എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കള് പ്രാണനല്ലേ.